മിണ്ടായിരിക്കുന്ന നിനക്കിട്ട് ഞാൻ പണി തരാടാ. നിന്റെ ചേട്ടൻ സ്കൂളിൽ ചേർക്കുന്നൊക്കെ കേട്ട്. പക്ഷേ അങ്കിള് ആ പൈസ വാങ്ങി വെച്ചു. അതുകൊണ്ട് എനിക്ക് ഇനി സ്കൂളിൽ പോവാൻ പറ്റില്ല. അതാണോ നീ വിഷമിച്ചിരിക്കുന്നേ? അതെ, അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നേ. പപ്പയാണല്ലേ പൈസ മേടിച്ചു വെച്ചേ, നന്നായിട്ടുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഡാഡ്. ചക്കി, നീ സ്കൂളിൽ പോകുന്ന പോലെ എനിക്കും പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ വേണം, പിന്നെ പഠിക്കൊക്കെ വേണം. ഓ പിന്നെ നിന്റെ ശല്യം അവിടെയും കൂടി സഹിക്കണോ? എന്റെ അമ്മ വേറെ ആർക്കും സ്നേഹം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാത്രമേ തരാൻ പാടുള്ളൂ. അമ്മ നിനക്കും നിന്റെ ചേട്ടന് സ്നേഹം തരുന്നത് എനിക്ക് ഇഷ്ടമല്ല. No, it's my mom, not yours. ഞാൻ പറഞ്ഞില്ലേ എന്റെ മാത്രം അമ്മയാ, മനസ്സിലായോ? എന്താ ഇവാനെ, എന്താ പറ്റി? എന്തിനാ ചക്കി നീ വെള്ളം ഒഴിച്ചേ? അവൻ പറഞ്ഞു അവന്റെ കൂടെ അമ്മയാണെന്ന്. അമ്മ എന്റെ മാത്രമാ, മനസ്സിലായോ? എന്ത്? എടാ കുഞ്ഞു, ഞാൻ എന്റെ ചേട്ടനല്ല ചക്കി. അല്ല, നിങ്ങൾ എന്ന് എന്റെ ആരും അല്ലെന്ന് എനിക്ക് അറിയാം. എനിക്ക് നിങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് എന്റെ പപ്പയും ഞാനും മമ്മയും മാത്രം മതി. നിങ്ങളൊക്കെ ഇവിടുന്ന് പോയിക്കോ. എനിക്ക് നിങ്ങളെ ഒന്നും ഇഷ്ടമല്ല. എന്താ ചക്കി ഇതൊക്കെ? നിനക്കും നിന്റെ അച്ഛനും നിങ്ങളോട് ഞങ്ങൾക്കില്ലാത്ത വിരോധം എന്തിനാ ഞങ്ങളോട്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അടുത്ത് ചൂടാവുന്നോ? കാണിച്ചു തരാടാ ഞാൻ. എന്താ ഇവിടെ ഒരു ശബ്ദം? എന്താ ഇവിടെ ഒരു ശബ്ദം? വാട്ട് ഹാപ്പൻഡ്? അത് പിന്നെ അമ്മ ഇവള് അമ്മേ, ചേട്ടന് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. ചക്കിന്റെ മേത്തേക്ക് എറിഞ്ഞു. സത്യമായിട്ട് അമ്മേ, ചേട്ടനാ ഗ്ലാസ് എറിഞ്ഞ്. വാട്ട് കുഞ്ഞു, നീ ഇത് ചെയ്തെന്നോ? എങ്ങനെ? ചക്കി മോളോട് ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അവളുടെ ദേഹത്ത് ഗ്ലാസ് കൊണ്ടിരുന്നെങ്കിലോ? നീ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോടാ? എന്ത് ധൈര്യത്തിലാണ് നീ ഇപ്പത്തേക്ക് ചെയ്തേ? നിങ്ങൾ അവളുടെ പപ്പ അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ അടുത്തുള്ള സ്നേഹമൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അമ്മേ, ഞാനല്ല അമ്മേ, ഞാനല്ല അവളെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചേ. അതെ, ഞാനും കണ്ടു. അവൾ എന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു. അതിനു വേണ്ടിട്ട് അവള് ചേട്ടന് കൊടുക്കാൻ വേണ്ടിട്ട് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു. അല്ല അമ്മ, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഇവന്റെ ദേഹത്തോട്ട് വെള്ളം പോയി. അപ്പൊ അവന്റെ ചേട്ടൻ വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് എന്റെ ദേഹത്തോട്ട് എറിഞ്ഞു. ഇവാൻ, നീ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും നീ പറഞ്ഞത് കള്ളമായിട്ട് തോന്നുന്നു. അതെങ്ങനെയാ? നിന്റെ മുഖത്തേക്ക് അവൾ വെള്ളം ഒഴിച്ചിട്ട് അവൾ തന്നെ ക്ലാസ് എറിഞ്ഞ് പൊട്ടിക്കോ? നിനക്ക് എന്താ വയ്യേ? ചക്കി, അവര് ചെയ്തതിന് അമ്മ നിന്നോട് മാപ്പ് ചോദിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു അമ്മ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന്. ഐ നോ യു ആർ ട്രൂ. അതുകൊണ്ട് തന്നെ മോളെ, അമ്മ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് മനസ്സിലായോ? മോൾ അകത്തേക്ക് പോയി കേട്ടോ. ഞാൻ ഇവരോട് പാഠം പഠിപ്പിക്കട്ടെ. ഓക്കെ മമ്മി. കുഞ്ഞു, ഇതിന് നിനക്ക് നല്ലൊരു പണിഷ്മെന്റ് ഞാൻ തരുന്നുണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ വെറുതെ പണിഷ് ചെയ്യാൻ വരരുത്. അമ്മേ, നിങ്ങൾ എപ്പോഴും അവളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ നിങ്ങളുടെ മക്കളല്ലേ. ഇപ്പൊ നിങ്ങൾ വേറെ ഫാമിലി ആണല്ലോ അല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ അമ്മയുടെ പുതിയ ഭർത്താവിനെ മക്കളെയൊക്കെ മതി, ഞങ്ങളൊന്നും വേണ്ട. കുഞ്ഞു, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളൊരു കാര്യം മറക്കരുത് മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചത്. ഇവാന് കുഞ്ഞായിരിക്കുമ്പോ എന്നെ ഇട്ടോണ്ട് പോയത് നിങ്ങളുടെ അച്ഛൻ. പിന്നെ എനിക്ക് വേറൊരു ജീവിതം സ്വീകരിക്കാതെ വേറെ വഴിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ വേറെ ആയിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ അന്യ നാട്ടിൽ പോയി സമ്പാദിക്കുന്നേ. ഇവാനോ? എന്ത്? എന്താ എന്താ ഇവാൻ പറഞ്ഞു കുഞ്ഞു? അത് പിന്നെ ഇവിടെ ഫുഡൊക്കെ പുറത്തുനിന്നല്ലേ കൊണ്ടല്ലേ, ഇവിടെ ഉണ്ടാക്കില്ലല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞത് ഇവാന്. അമ്മ പോയി കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ കൂടെ ജീവിക്കാനുള്ളത്. അയാൾ നിന്നെ എന്തേലും ചെയ്താ എനിക്ക് പിന്നെ ആരാ ഉണ്ടാവുക? ഇതിനു മുമ്പ് ഞാൻ കുറെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒന്നും വിശ്വസിച്ചിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞു, നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. എന്ത് പണിഷ്മെന്റ് നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നേ? ഇന്ന് രാത്രി മുഴുവൻ നീ പുറത്ത് നിൽക്കേ. അമ്മേ, നിങ്ങളും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇപ്പൊ എന്റെ പണിഷ്മെന്റ് കുഞ്ഞു സ്വീകരിക്കണം. നാളെ കൂടെ കഴിഞ്ഞാൽ ഞാൻ പോകും. എന്റെ മുമ്പിൽ ഇനി നിന്നെ കണ്ടുപോകരുത് കുഞ്ഞു. ഞാൻ പോകുമ്പോ പോലും എന്നെ യാത്രയ്ക്കാൻ വേണ്ടി നീ വരരുത് കുഞ്ഞു. ഞാൻ പോയതിനു ശേഷം മാത്രം നീ വീട്ടിലോട്ട് കയറിയാൽ മതി. ഇവാൻ, നീ കുഞ്ഞായി പോയി, അല്ലെങ്കിൽ നിനക്ക് ഞാൻ പണിഷ്മെന്റ് തന്നെ.
അല്ലാത്ത ദിവസമൊക്കെ അവന്റെ അടുത്ത് ആരും പുറത്തു പോകാൻ പറഞ്ഞേ. എന്നോട് ചേട്ടൻ പറയാറുണ്ട്, പറഞ്ഞതനുസരിക്കാതെ പുറത്തു പോയി നടക്കാറുണ്ടെന്നൊക്കെ. ഇന്നത് തന്നെ പാലിച്ചോട്ടെ. ഇനി ഇവിടെ നിൽക്കണ്ട. ഇന്ന് നിനക്ക് ഫുഡും ഇല്ല ഇവിടുന്ന്. മനസ്സിലായോ കുഞ്ഞു? ഇവാൻ, നിന്റെ ചേട്ടൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ശിക്ഷിക്കുന്നേ.